ബാലരാമപുരത്ത് 2 വയസ്സുകാരിയായ ദേവേന്ദുവിനെ കാണാതായ വിവരത്തെ തുടർന്നുള്ള തിരച്ചിലിൽ കുഞ്ഞിനെ കിണറ്റിൽ നിന്ന് കണ്ടെത്തിയത് വലിയ ദുരൂഹതയാണ് ഈ കേസിൽ പോലീസിന് ഉണ്ടായത്. തുടർന്ന് അമ്മയെയും കുടുംബത്തെയുമെല്ലാം ചോദ്യം ചെയ്യലിൽ മൊഴി വ്യത്യാസങ്ങളും ഇതൊരു കൊലപാതകം തന്നെയാണെന്നുള്ള കാര്യത്തിലേക്ക് തന്നെ പോലീസിനെ എത്തിച്ചു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് അമ്മാവനായ ഹരികുമാർ കുറ്റസമ്മതം നടത്തുകയും കുഞ്ഞിനെ ജീവനോട് കൂടി തന്നെ കിണറ്റിൽ എറിയുകയായിരുന്നു എന്നുള്ള വാർത്തയും പുറത്തുവന്നത്. ആർക്കും സഹിക്കാനാവാത്ത ഒരു വാർത്ത തന്നെയായിരുന്നു അത്. കിടന്നുറങ്ങിയിരുന്ന 2 വയസ്സുകാരിയായ ദേവനന്ദുവിനെ ജീവനോടുകൂടി തന്നെ കിണറ്റിൽ കൊണ്ടുപോയി ഇടാൻ അമ്മയുടെ സഹോദരനായ ഹരികുമാറിന് എങ്ങനെയാണ് കഴിഞ്ഞത്? അതിന് ഹരികുമാറിനെ എന്താണ് പ്രേരിപ്പിച്ചത് എന്നുള്ള കാര്യത്തിലേക്കാണ് പോലീസ് നീങ്ങിയത്. അതിൻ്റെ പിന്നാലെ അമ്മയും സഹോദരനും തമ്മിൽ അന്ന് രാത്രി നടന്ന വാട്സപ്പ് ചാറ്റ് പരിശോധിച്ച പോലീസ് ഒന്നടങ്കം തന്നെ ഞെട്ടുകയായിരുന്നു. ആ വാട്സപ്പ് ചാറ്റുകളിൽ അടങ്ങിയിരുന്ന കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ കേരളം ഒന്നടങ്കം ലജ്ജിക്കേണ്ടി വരും എന്നാണ് പോലീസിൻ്റെ നിഗമനം. കാരണം ഒരു സഹോദരനും ഒരു സഹോദരിയോട് ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആ വാട്സപ്പ് ചാറ്റിൽ അടങ്ങിയിരുന്നത്. നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആലോചിച്ചാൽ തന്നെ ലജ്ജിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇവിടെയുള്ള ഓരോ മനുഷ്യനെയും ആ കാര്യങ്ങൾ എത്തിക്കുന്നത്. നമ്മൾ ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും അത്തരത്തിലേക്ക് തന്നെ നമ്മളെ എത്തിക്കുകയും ചെയ്യും. ഹരികുമാർ സ്വന്തം സഹോദരിയെ ലൈംഗിക ബന്ധത്തിലേർപ്പെടുവാനാണ് ആ വാട്സപ്പിൽ പറഞ്ഞിരുന്നത് എന്നും അത് വിസമ്മതിച്ച ദേവനന്ദയുടെ അമ്മയോടുള്ള പകയാണ് സ്വന്തം കുഞ്ഞിനെ ഇത്തരത്തിൽ കിണറ്റിലെറിയാൻ അമ്മാവനായ ഹരികുമാറിനെ പ്രേരിപ്പിച്ചത് എന്നുള്ള വാർത്ത മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും കേട്ടു നിൽക്കാനാവില്ല. ഇത്തരത്തിലേക്ക് അധംപതിച്ചു പോയിരിക്കുന്നു ചില മനുഷ്യന്മാർ. നമ്മുടെ ഇടയിൽ കടന്നുവരുന്ന വാർത്തകളും ഇത്തരത്തിലുള്ളത് തന്നെ. ഈയിടക്കാണ് 13 വയസ്സുകാരനായ സഹോദരൻ 16കാരിയായ സഹോദരിയെ ഗർഭിണിയാക്കി ആ ഒരു കുഞ്ഞിന് ജന്മം നൽകിയത്. കൂടാതെ പിന്നെ സ്വന്തം മകളെയാണ് അച്ഛൻ ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത്. ഇത്തരത്തിലുള്ള വാർത്തകളും ആരെയും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ളതല്ലേ? എങ്ങോട്ടാണ് ഈ ലോകം നീങ്ങിപ്പോകുന്നത്? ഇവിടെ ഇപ്പോൾ സാഹോദര്യബന്ധത്തിനും അമ്മയാര് മകനാര് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലേക്കാണ് ഓരോ മനുഷ്യന്മാരുടെ മനസ്സ് നീങ്ങിപ്പോയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ പകപൂണ്ട് ഇവർ ചെയ്യുന്നതോ ഒരിക്കലും ഒരു മനുഷ്യനും കേട്ടു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള കാര്യങ്ങളും. ശാശ്വതതയ്ക്കും സംസ്കാരത്തിനുമെല്ലാം പേരുകേട്ട കേരളത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും വലിയ വേദന തന്നെയല്ലേ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് തിരൂരങ്ങാടിയിൽ നിന്ന് വന്ന മറ്റൊരു വാർത്തയായിരുന്നു സ്വന്തം അമ്മ പിഞ്ചു കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കി കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത്. 2 വയസ്സുകാരിയായ ദേവനന്ദുവിന് ഇതിനു മുമ്പ് ഒരു ആക്സിഡൻറ്റ് പറ്റുകയും ആ കാര്യവുമായി ബന്ധപ്പെട്ട് അമ്മയായ ശ്രീതു പലതരത്തിലുള്ള സാമ്പത്തിക ചൂഷണങ്ങൾ നാട്ടിൽ ചെയ്തിരുന്നു എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ പിന്നാലെ പുറത്തു വന്നു. സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയാണോ കുടുംബം ഇത്തരത്തിലൊരു കാര്യം ചെയ്തത് എന്നുള്ള അന്വേഷണത്തിലേക്കും പോലീസ് നീങ്ങിയിരുന്നു. ഒരു വീട്ടിൽ തൊട്ടടുത്ത മുറികളിലായി കിടന്നിരുന്ന സഹോദരനും സഹോദരിയും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ പുറത്തുവിട്ടാൽ അത് കേരള സമൂഹത്തെ ഒന്നടങ്കം ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ളതാണെന്നാണ് പോലീസ് പറഞ്ഞത്. ഈ വാട്സപ്പ് ചാറ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്ത നിലയിലായിരുന്നു. അതിനുശേഷം അത് റീകവർ ചെയ്തെടുക്കാൻ പോലീസിന് കഴിഞ്ഞതോടുകൂടിയാണ് ഈ കാര്യങ്ങൾ പുറത്തു വന്നത്. അതുകൂടാതെ ഈ കേസിൽ മന്ത്രവാദവും ആഭിചാരവും കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലേക്കെത്തിയ പോലീസ് ഇവരുമായി ബന്ധമുള്ള ഒരു പൂജാരിയെയും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒരു മന്ദബുദ്ധി പോലെയാണ് ഹരികുമാർ നാട്ടിലെല്ലാവരോടും പെരുമാറിയിരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതല്ല, സ്വന്തം ഭർത്താവിനെ എന്നേക്കുമായി ഉപേക്ഷിക്കുവാനുള്ള ഭാര്യയായ ശ്രീതുവിൻ്റെയും കാമവെറിയനായ ഈ സഹോദരൻ ഹരികുമാറിൻ്റെയും ഒരു പദ്ധതി തന്നെയായിരിക്കാം ഈ കൊലപാതകം എന്നുള്ള കാര്യങ്ങളിലേക്കും സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഭർത്താവ് വീട്ടിലുള്ള സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള കാര്യം ചെയ്ത് അത് അദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് അദ്ദേഹത്തെ എന്നേക്കുമായി ജയിലിലടച്ച് തങ്ങൾക്ക് സുഖമായി ജീവിക്കാമെന്നുള്ള ഇവരുടെ ഒരു മോഹമായിരിക്കാം ഈ കൊലപാതകത്തിലേക്ക് ഇവരെ നയിച്ചത് എന്നുള്ള വാർത്തയിലേക്കും ഈ കാര്യങ്ങൾ ചെന്നെത്തുന്നുണ്ട്. അതല്ലാതെ പിടിക്കപ്പെടുകയാണെങ്കിൽ താൻ മാനസിക രോഗിയാണെന്നുള്ള തെളിവുകൾ നൽകി തനിക്ക് ഈ കേസിൽ നിന്ന് ഒഴിഞ്ഞു മാറാം എന്നുള്ളൊരു ബുദ്ധിയും ഹരികുമാറിന് തോന്നിയിട്ടുണ്ടാകും. ചെത്തിക്കളസാറന്മാരെ ആ പേ പിടിച്ച പന്നിയുടെ സ്വന്തം കൂടപ്പറപ്പിനോട് യവന് കാമം മൂത്തിട്ട് ആ 2 വയസ്സുള്ള കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിട്ടിരിക്കണം.
മഹാഭാവി. അപ്പോ ഈ മുടിഞ്ഞ ലോകം അങ്ങ് നശിച്ചിരുന്നെങ്കിൽ, തീർന്നിരുന്നെങ്കിൽ മതിയായിരുന്നു, ഒന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ. ഇത് കേട്ട് കേട്ട് മനുഷ്യൻ ഇല്ലാതാവണല്ല. പ്രസവിച്ചിട്ട തള്ളെ അറിഞ്ഞുകൂടാ, കൂടെ പിറന്ന സഹോദരങ്ങളെ അറിഞ്ഞുകൂടെ, എല്ലായിടത്തും കൊണ്ടുവന്നങ്ങ് പൊക്കിക്കോളൂ. എങ്ങനെ പറയാതിരിക്കുന്നത് ഇത്? അപ്പൊ അവസാന കാലം ഒരു ലോകം ഇങ്ങനെയൊക്കെ ആയി തീരുമെന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് പുരാണങ്ങളിലൊക്കെ. അപ്പൊ ഇത് എന്തൊരു കലികാലം ഇത്? ഇപ്പൊ എന്റെ പൊന്നുമക്കളെ, ഇവിടെ നിയമങ്ങളെല്ലാം പൊളിച്ചു ഒന്നേന്ന് എഴുതിയില്ലെങ്കിൽ ഒരാളും കാണൂല്ല. ഇവിടെ തീർന്നു കിട്ടും. ഇവിടെ ഉടനെ തന്നെ ഇവിടെ എല്ലാം തീരമതി, കുഴപ്പമില്ല. നല്ല രീതിയിൽ ഒന്നെല്ലാം കൂടെ തീർന്നെങ്കിൽ മതി. ഇപ്പൊ ഇത് എന്തൊരു കൂടപ്പുറപ്പുകൾ തമ്മിലുള്ള നെഞ്ചിലൊക്കെ എന്തോ ഒരു അരിച്ചരിച്ചുള്ള വേദന.